ഹൈറേഞ്ചിലേക്ക് നടന്ന കുടിയേറ്റങ്ങളുടെ കഥ പറയുന്ന മലമുകളിലൂടെയുള്ള കുടിയേറ്റ സ്മാരകവും ആർച്ച് ഡാമിൻ്റെ ദൂരക്കാഴ്ച ലഭിക്കുന്ന ഇടുക്കി ഡാം പാർക്കും. നാഷണൽ ഹൈവേ 185 നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പുളിയന്മല സ്റ്റേറ്റ് ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെറുതോണിയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയായാണ് ഇടുക്കി ഡാം പാർക്ക് നമുക്ക് കാണാനാവുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാർക്കിലെ വലിയ ഒരു കർഷകൻ്റെ ശില്പം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കവാടം പിന്നിട്ട് പാർക്കിലേക്ക് കയറി പാർക്കിങ്ങിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായിട്ടുള്ള ഒരു ചാർജിംഗ് സ്റ്റേഷനും കാണാം. ഇവിടെ നിന്നും 200 മീറ്റർ ദൂരമേ ഉള്ളൂ ഇടുക്കി ടൗണിലേക്ക്. പ്രവേശന കവാടത്തിനോട് ചേർന്ന് തന്നെ ടിക്കറ്റ് കൗണ്ടറും കാണാം. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പാർക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 30 രൂപയുമാണ് പ്രവേശന നിരക്ക്. ഇതാണ് നമ്മുടെ എൻട്രി പാസ്. നമുക്ക് പാർക്കിലെ കാഴ്ചകൾ ആദ്യം കാണാം. അതിനുശേഷം കുടിയേറ്റ സ്മാരകത്തിലേക്ക് വരാം. പാർക്കിംഗ് ഗ്രൗണ്ടിന് തൊട്ടു മുകളിലായാണ് കർഷകന്റെ പ്രതിമ. കർഷകന്റെ പ്രതിമയുടെ ഉള്ളിലൂടെയാണ് കുടിയേറ്റ സ്മാരകത്തിലേക്കുള്ള വഴി കടന്നു പോകുന്നത്. പാർക്കിലെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. വിശാലമായ ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം നടന്നു ചെല്ലുന്നത്. ഒറ്റ കാഴ്ചയിൽ തന്നെ ഇത് നല്ല വൃത്തിയുള്ള ഒരു പാർക്കാണെന്ന് പറയാം. നിറയെ തണൽ മരങ്ങളും ചെറിയ ചെടികളും ഒക്കെ കാണാം. പാർക്കിൽ നിന്നും നോക്കുമ്പോൾ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചയും കാണാം. പാർക്കിനോട് ചേർന്നുള്ള കുടിയേറ്റ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ഈ വർഷം മെയ് മാസത്തിലായിരുന്നു. അതിനു മുൻപ് വരെ ഇടുക്കി പാർക്കിലേക്കുള്ള എൻട്രി ഗേറ്റ് ഇവിടെ നിന്നുമായിരുന്നു. ഇപ്പോൾ ഈ വഴി അടച്ചിരിക്കുകയാണ്. ഇവിടെയായിരുന്നു മുൻപുണ്ടായിരുന്ന ടിക്കറ്റ് കൗണ്ടർ. പാർക്കിലേക്ക് മാത്രമായി നേരത്തെ പ്രവേശിക്കുമ്പോൾ 15 രൂപയായിരുന്നു എൻട്രി പാസ്. ഇടുക്കി DTPCയുടെ കീഴിലാണ് പാർക്കിന്റെ പ്രവർത്തനം. പാർക്കിലെ നടപ്പാതകളെല്ലാം ഇന്റർലോക്ക് കട്ടകളും ടൈലുകളും ഒക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. DTPCയുടെ കീഴിലുള്ള പാർക്കുകളെല്ലാം തന്നെ നന്നായി സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നിടത്താണ് പാർക്കിലെ ഗാർഡനും പ്ലേ ഗ്രൗണ്ടുമൊക്കെ. വഴിയോട് ചേർന്ന് മനോഹരമായ പൂച്ചെടികൾ കാണാം. പൂന്തോട്ടങ്ങളുടെയും തണൽമരങ്ങളുടെയും ഇടയിലൂടെ പാർക്കിലെ വഴി നീണ്ടുപോയിരിക്കുകയാണ്. കൈവിരികളോട് ചേർന്ന് ലൈറ്റുകളും കാണാം. കല്ല് വിരിച്ച നടപ്പാതയിലേക്ക് വേറൊരു വഴി വന്നു ചേരുന്നുണ്ട്. ആ വഴിയെ നമുക്ക് കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചു നടന്നു വരാം. ഈ വഴിക്ക് ഇരുവശവും നിരവധി തണൽ മരങ്ങൾ കാണാം. ഇടതുവശത്ത് ചെരുവിലായി പുൽത്തകടിയാണ്. പാതയിൽ നിന്നും പുൽത്തകടിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ചെറിയ ഹട്ടുകളും ക്രമീകരിച്ചിരിക്കുന്നു. നടപ്പാതയുടെ ഇടതുവശത്തായി ഇങ്ങനെയുള്ള ഹട്ടുകൾ നിരവധിയുണ്ട്. വലതുവശത്ത് സന്ദർശകർക്കായിട്ടുള്ള നിരവധിയായ ഇരിപ്പിടങ്ങളുമുണ്ട്. ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഫാമിലി ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടം. ഇവിടെ 2 ഊഞ്ഞാലുകൾ കാണാം. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ചെറിയ ഐറ്റംസ് ഇവിടൊക്കെ കാണാം. ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ പാർക്കിനുള്ളത്. ഈ നടപ്പാത അവസാനിക്കുന്നിടത്താണ് ആംഫി തിയേറ്റർ. വൃത്താകൃതിയിലാണ് ആംഫി തിയേറ്ററിൻ്റെ നിർമ്മാണം. ആംഫി തിയേറ്റർ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ദൂരക്കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. സ്റ്റേജിൽ 8 തൂണുകൾ കാണാം. ഇതിൻ്റെ നിർമ്മാണം തന്നെ നല്ല ഭംഗിയുള്ളതായി തോന്നുന്നുണ്ട്. ഇവിടെ നിന്നുമുള്ള ഇടുക്കി ഡാമിൻ്റെ കാഴ്ച പാർക്കിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. സ്റ്റേജിൻ്റെ ചുറ്റുമായി നിരവധി മരങ്ങളുണ്ട്. സ്റ്റേജിൻ്റെ മുന്നിലായി കാണുന്ന ഈ സ്റ്റെപ്പുകളിൽ കാണികൾക്ക് ഇരുന്ന് പ്രോഗ്രാം കാണാവുന്നതാണ്. ആംഫി തിയേറ്ററിന് ഓപ്പോസിറ്റായുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഈ സ്റ്റെപ്പുകളിലൂടെ നടക്കുമ്പോൾ ഡാമിൻ്റെ കാഴ്ച കുറച്ചുകൂടി നന്നായി കാണുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ വളർന്നു നിൽക്കുന്ന വലിയ ചെടികൾ ആ കാഴ്ച മറച്ചിരിക്കുന്നു. സ്റ്റെപ്പുകളിലൂടെ ഞങ്ങൾ നടത്തം തുടർന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ ആംഫി തിയേറ്ററിൻ്റെ പൂർണ്ണമായ കാഴ്ച കാണാം. ആംഫി തിയേറ്റർ പിന്നിട്ട് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലേക്ക് വന്നിരിക്കുന്നു. മുകളിലേക്കുള്ള വഴി ഇവിടെ അടച്ചിരിക്കുകയാണ്. ആംഫി തിയേറ്ററാണ് പാർക്കിൻ്റെ ഈ ഭാഗത്തെ എൻഡിങ്. ചിൽഡ്രൻസ് പാർക്ക് കൂടി കണ്ടാൽ പാർക്കിലെ ഇവിടത്തെ കാഴ്ചകൾ തീരും. ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്നുള്ള ചുവരിൽ കുറേ ചിത്രങ്ങൾ കാണാം. ചിത്രങ്ങൾ പായൽ പിടിച്ച് മങ്ങിയിരിക്കുന്നു. നമ്മൾ നടന്നു വന്ന പാതയിലേക്കാണ് ഈ കോൺക്രീറ്റ് പാത ചെന്ന് ചേരുന്നത്. അങ്ങനെ നമ്മൾ നടപ്പാതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പാർക്കിലെ അടുത്ത ഏരിയയിലേക്കാണ് പോകുന്നത്. കുടിയേറ്റ സ്മാരകം. ഈ കാണുന്നതാണ് കുടിയേറ്റ സ്മാരകത്തിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ ഈ വഴിയെ മുകളിലേക്ക് നടക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ട കർഷകന്റെ ശില്പത്തിനുള്ളിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത്. വളരെ വലിയൊരു ശില്പമാണിത്. കർഷക പ്രതിമയുടെ ഉൾഭാഗത്തു നിന്നുമുള്ള കാഴ്ച ഇതാണ്. ഏകദേശം 36 അടി ഉയരമുള്ള കോൺക്രീറ്റ് നിർമ്മിതിയാണിത്. പ്രതിമയുടെ മുകളിലൊക്കെ ചെറു ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട്.
ഇടുക്കി പാർക്കിനോട് ചേർന്നുള്ള കുടിയേറ്റ സ്മാരകം അഥവാ മൈഗ്രേഷൻ മോണുമെൻറ്റ് ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. 2025 മെയ് 17 ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസാണ് മൈഗ്രേഷൻ മോണുമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. മൈഗ്രേഷൻ മോണുമെൻറ്റ് മലമുകളിലൂടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നടന്ന് ആദ്യ ശില്പാവിഷ്കാരത്തിനടുത്ത് എത്തിയിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന AK ഗോപാലൻ കുടിയേറ്റ കർഷകരുമായി സംസാരിക്കുന്ന ഒരു രംഗമാണിത്. കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ധാരാളം പ്രക്ഷോഭങ്ങൾക്ക് AKG നേതൃത്വം നൽകിയിരുന്നു. കുടിയേറ്റ സ്മാരകത്തിലെ ശില്പങ്ങൾക്കെല്ലാം നല്ല പൂർണ്ണതയുണ്ട്. ഈ നടപ്പാതയോട് ചേർന്നായി ഇരിപ്പിടങ്ങളും കാണാം. മല കയറി നമ്മൾ അടുത്ത ശില്പത്തിനടുത്തെത്തി. കുടിയേറി വന്ന ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഫാദർ ജോസഫ് വടക്കൻ ഗ്രാമത്തിൽ കർഷകരുമായി സംവദിക്കുന്ന രംഗം. കർഷക തൊഴിലാളി പാർട്ടി ഫാദർ ജോസഫ് വടക്കൻ സ്ഥാപിച്ചതാണ്. മൂന്നാമത്തെ ശില്പാവിഷ്കാരം ഇവിടെ അടുത്തു തന്നെയാണ്. കാട്ടാനക്കൂട്ടം കർഷകരുടെ താമസ സ്ഥലത്ത് ആക്രമിക്കുന്നതും അവയെ കർഷകർ തുരത്തുന്നതുമാണ് ഈ രംഗം. വർഷം പണ്ടായാലും ഇന്നായാലും വന്യജീവി ആക്രമണങ്ങൾ എന്നുമുള്ളതാണ് എന്നും ഈ ശില്പം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ശില്പങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. നമ്മൾ അടുത്ത ശില്പത്തിനടുത്തെത്തി. ഇവിടെ തൊട്ടു ചേർന്നായി ഇരിപ്പിടങ്ങളൊക്കെ കാണാം. ഇതൊരു കർഷക കുടുംബത്തിൻ്റെ ശില്പമാണ്. കുലച്ചു നിൽക്കുന്ന വാഴയും കൃഷിക്കായി വയലൊരുക്കുന്ന കർഷകരെയും വിത്തെറിയുന്നവരെയും കാണാം. പുല്ലുമേഞ്ഞ വീടും പാളത്തൊപ്പി വെച്ച കർഷകരും. ഇതൊക്കെ മൺമറഞ്ഞുപോയ കാഴ്ചകളായി നമുക്ക് മനസ്സിലാക്കാം. കുടിയേറ്റ സ്മാരകത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ ശില്പമാണ് അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തത്തിൻ്റെ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനെ നിസ്സഹായനാക്കുന്ന അവസ്ഥ. ദുരന്തത്തിൽ കടപുഴകി വീണ മരങ്ങളും മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെയും വലിയ കല്ലുകളുമൊക്കെ ശില്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശക്തമായ മഴക്കാലങ്ങൾ എന്നും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സമയം തന്നെയാണ്. എല്ലാ ശില്പങ്ങളിലും തന്നെ നായകളെയും പൂച്ചകളെയും കാണാം. ഇതാണ് അവസാന ശില്പം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മലനാടൻ ഗ്രാമം. കാളവണ്ടിയിൽ ചരക്കുമായി പോകുന്നവർ, വഴിയുടെ നടുവിലായി ഒരു നായ, മരച്ചീനിയുമായി പോകുന്ന കർഷകൻ, മനുഷ്യർ സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാഗം. ഇവിടെയുള്ള ശില്പങ്ങളുടെ എല്ലാം ശില്പി രാജാക്കാട് സ്വദേശിയായ ജോമോൻ ജോർജാണ്. അവസാനത്തെ ശില്പവും കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ കുടിയേറ്റ മ്യൂസിയത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം കാണാം. മ്യൂസിയം തുടങ്ങിയിട്ടില്ല. മ്യൂസിയത്തിന് ഇരുവശവും വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്നു. ഇരിപ്പിടങ്ങളും കാണാം. താഴെ നിന്നും നല്ല കയറ്റമാണ് ഇവിടെ വരെ. കുറച്ചധികം ദൂരവുമുണ്ട്. ഇവിടെ നിന്നും നോക്കുമ്പോൾ ആർച്ച് ഡാമിൻ്റെ മലയും കാണാം. മ്യൂസിയം കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ശില്പങ്ങൾക്ക് കളറുകളും നറേഷൻ ബോർഡും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയും തോന്നിയേക്കാം. ഇതുപോലെയുള്ള കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഇടുക്കി പാർക്കിൽ ഭാവിയിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.